ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. കാര്യം ഞാനൊരു സ്റ്റാഫ് നഴ്സ് കൂടെയാണ്. അപ്പം ഞാൻ എന്റെ ജോലിയെല്ലാം റിസൈൻ ചെയ്ത് എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് എന്റെ ജോലി തന്നെ ഞാൻ റിസൈൻ ചെയ്ത് ഇങ്ങനെ സമയം പോകുന്ന സമയത്താണ് ഒരു വ്യക്തി എന്നോട് ഈ ബിസിനസിനെ പറ്റി സംസാരിക്കുന്നത്. അപ്പം വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹം മാത്യു സാറാണ് എന്നോട് ഈ ബിസിനസിനെ പറ്റി സംസാരിച്ചത്. അപ്പം ഞാനപ്പം എന്താണ് എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ ഒരു പ്രൊഡക്റ്റിനെ പറ്റി, അത് ആയുർവേദമാണ് എന്ന് പോലും എനിക്കതൊന്നും മനസ്സിലായില്ല. ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായില്ല. പക്ഷെ അദ്ദേഹം ഇത് എന്നോട് പറഞ്ഞപ്പോഴേക്കും വെറുതെ സമയം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്താന്ന് നോക്കാം, അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പൊ തന്നെ ഐഡിയ എടുത്തു. എനിക്കറിയില്ലായിരുന്നു ഇതെന്താണെന്നും. ഐഡിയ എടുത്തോ, കുഴപ്പമില്ല, ഞാൻ എന്താന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഐഡിയ എടുക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നതും അവിടെ ഒരു ഹോം മീറ്റിംഗ് നടക്കുന്നതും. അപ്പൊ അതില് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് വാച്ച് ചെയ്യുമായിരുന്നു. അപ്പൊ അതില് അന്ന് സിജി സാറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സിജി സാറും സുമേഷ് സാറും അശോക് സാറും ലേഖമാടെ അങ്ങനെ കുറെ ആൾക്കാര് ഒക്കെ വന്നിട്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴേക്കും ഞാൻ ഓർത്തു ഇത് കൊള്ളാലോ. കാര്യം ഞാൻ ഒരിക്കലും ഒരു അലോപ്പതിക്ക്, എന്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറും കൂടെ ആയതുകൊണ്ടും അവർ കൂടുതലും ഡോക്ടേഴ്സ് ആണ് അവരുടെ ഫാമിലിയിൽ. അപ്പൊ ഇതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിൽ പോലും ഇതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. കാര്യം ഇതിലെ കാര്യങ്ങളെ പറ്റി ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കുറെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആയാലോ, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നുള്ള വിചാരിച്ചിട്ട് ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അന്ന് തന്നെ സാറിനോട് പറഞ്ഞിട്ട് ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു. അപ്പൊ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിൽ എത്താൻ കാരണം, എനിക്ക് അന്ന് എന്റെ കൈ ഒന്ന് മുറിയുകയും ഞാനപ്പം സാർ എനിക്ക് ഒരു വൂണ്ട് ഹീൽ കൊണ്ട് തരികയും ചെയ്തു. എന്നിട്ട് ഇത് ഒന്ന് പെരട്ടി നോക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൂണ്ട് ഹീലിലാണ് ആക്ച്വലി എന്റെ ഈ ഒരു ബിസിനസ്സിലേക്കുള്ള ഒരു കാൽവയ്പ്. അന്ന് വൂണ്ട് ഹീൽ ഉപയോഗിച്ച് എന്റെ കൈക്ക് നല്ല ഒരു പെട്ടെന്ന് തന്നെ വെരി ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സ് ആയിരിക്കും, ഇങ്ങനെ ഒരുപാട് പേഷ്യൻസ് ഒക്കെ വന്നു, നമ്മൾ ഇതൊക്കെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചാൽ പോലും ഒരാഴ്ചയെങ്കിലും എടുക്കും അത് കംപ്ലീറ്റ് ഒന്ന് മാറിപ്പോകാനായിട്ട്. അപ്പം ഇത് ഉപയോഗിച്ചപ്പോഴേക്ക് എനിക്ക് നല്ല ഒരു പെട്ടെന്ന് തന്നെ ഒരു ഫാസ്റ്റ് ഹീലിംഗ് ആണ് സംഭവിച്ചത്. അപ്പം ഇത് നല്ല പ്രൊഡക്റ്റുകളാണല്ലോ. അപ്പൊ സാറിന്റെ പിന്നെ ഉപയോഗിച്ച് അവർക്ക് കിട്ടിയ നല്ല എക്സ്പീരിയൻസും കൂടെ എന്നോട് പറഞ്ഞപ്പോ ഞാനും അന്ന് തന്നെ കുറെ ഓൾമോസ്റ്റ് ഒരു 10,000 സാധനങ്ങൾ പുള്ളി സാറിന് എടുക്കുകയും 95 ന്യൂട്രി ലൈഫ്, കവചപ്രാശം എന്ന് വേണ്ട പേഴ്സണൽ കെയറിന് വേണ്ടിയുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാം ഞാൻ അന്ന് ഞാൻ എടുത്ത് പിറ്റേ ദിവസം മുതൽ ഞാൻ അത് ഉപയോഗിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെ അത് ഉപയോഗിച്ചു തുടങ്ങി. അപ്പം ആക്ച്വലി ഞാൻ ഇതിനകത്തൊരു ബിസിനസിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ഞാൻ ആദ്യം സെൽഫ് കെയറിനെയാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കൂടാതെ നമുക്കൊരു ഡെയിലി നമ്മളുടെ യാത്രകളിലൊക്കെ നമുക്ക് ഡെയിലി ടയേർഡ് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഓർത്തു സെൽഫ് യൂസ് കൺസെപ്റ്റ് പ്രകാരം ഒരു ഹെൽത്ത് പ്രൊഡക്റ്റ് ഇത് റെഗുലർ ആയിട്ട് കുറച്ച് നാളൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഒരു 2-3 വീക്സ് കഴിഞ്ഞപ്പോ തന്നെ നല്ല എനർജിയിൽ നല്ല ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇതൊരു മിറക്കിളല്ല ആക്ച്വലി. ഇത് ഒരു ഡെയിലി ലൈഫ് ഈസിയർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പെട്ടെന്നൊരു മിറക്കിൾ എന്ന് പറയാൻ, മിറക്കിളായിട്ട് എനിക്ക് തോന്നിയത് വൂണ്ട് ഹീൽ തന്നെയാണ്. പക്ഷെ മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴേക്കും എന്റെ ലൈഫ് എനിക്ക് ഈസി ആയിട്ട് തോന്നി തുടങ്ങി. അപ്പൊ എനിക്ക് ഇതിനകത്ത് കുറെ കോൺഫിഡൻസ് വന്നു തുടങ്ങി. കാര്യം ഈ പ്രൊഡക്റ്റുകളൊക്കെ എനിക്ക് തരുന്ന എനർജി എന്നെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് 95 ന്യൂട്രി ലൈഫ്, ഇതൊക്കെ ഞാൻ പേഴ്സണലി ഉപയോഗിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു ചേഞ്ച്. കൂടാതെ ഇതിനകത്തുള്ള മറ്റ് സെൽഫ് കെയർ പ്രൊഡക്റ്റ്, ഷാംപൂ, സോപ്പ്, ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേക്കും സ്ലോലി നല്ലൊരു ചേഞ്ച് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്തപ്പോഴേക്കും ഒരു നാച്ചുറൽ ഫീലിംഗ് അല്ലെങ്കിൽ നല്ല ഒരു സെൽഫ് കോൺഫിഡൻസ് എനിക്ക് വന്നു തുടങ്ങിയപ്പോഴേക്കും ഞാനിത് മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഞാൻ എന്റെ കസിൻസിനോടൊക്കെ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇത് കൊള്ളാലോ, ഇത്
ഇത് ഉപയോഗിച്ച് നോക്കൂ. അങ്ങനെ ഞാൻ എന്റെ കസിൻസ് പുറത്ത് ജർമ്മനിയിലുള്ള എന്റെ കസിൻസിനോട് ഞാൻ ഇതൊക്കെ പറ്റി പറഞ്ഞു. അപ്പൊ അവർക്ക് എന്നോടുള്ള കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ആ പ്രൊഡക്റ്റിലേക്ക് പുഷ്പ ഉപയോഗിക്കുന്ന സാധനം നല്ലതായിരിക്കാം, അല്ലോ പഠിച്ചിട്ടായിരിക്കാം ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവർ കുറെ പ്രൊഡക്റ്റുകൾ എന്റെ അടുക്കേന്ന് ഡയബ തുടങ്ങി സോപ്പ്, റോൾ ഓൺ, അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവര് ഇവിടുന്ന് ജർമ്മനിലേക്ക് കൊണ്ടുപോവുകയും അവരെന്നും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനത് ഓർക്കുന്നത്. കാര്യം ഞാൻ അവരോട് വിളിച്ചു ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട്, അന്നേരം പറഞ്ഞു നല്ല ഒരു റിസൾട്ടാണ്, നല്ലൊരു എനർജി ഉണ്ട്, എല്ലാം കൺട്രോൾഡ് ആയിട്ടാണ് പോകുന്നത്, ഷുഗർ എല്ലാം കൺട്രോൾഡ് ആയി, വളരെ നല്ലതാണ്. ഇനി നാട്ടിൽ വരുമ്പോ പുഷ്പടിക്ക എന്നും കുറെ സാധനങ്ങൾ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഈ മോട്ടിവേഷണൽ ടോക്കിംഗ് ഒക്കെ എനിക്ക് തന്നെ ഒരു ബൂസ്റ്റപ്പായി. അങ്ങനെ ഞാൻ പലരോടും ഈ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് എപ്പോഴും നമ്മുടെ ഹെയർ ഓയില്, ഫേസ് വാഷ്, ഫേസ് ക്രീം, ഷാംപൂ, ഇതൊക്കെ ഇപ്പോഴും ഞാൻ പലർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ കഫ്നില്, ഇതൊക്കെ വളരെ ഒരു ചുമയൊക്കെയുള്ള ഒരു വ്യക്തിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തു. അന്നേരം നല്ല റിസൾട്ട് ആയിട്ടാണ് എന്നോട് പറഞ്ഞത്. അത് മറ്റുള്ളവരോട് അവർ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ പ്രൊഡക്റ്റുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. കൂടാതെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഡോക്ടറാണ്. പുള്ളി ഈ ആയുർവേദം ഒന്നും ഞങ്ങളുടെ എന്റെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾ അലോപ്പതിക്ക് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നാച്ചുറലി മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞാൽ ദഹിക്കില്ല. കാര്യം അവർക്ക് ഇത് ഉപയോഗിക്കാത്തത് കൊണ്ടാണോ, ഇതിന്റെ റിസൾട്ടിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ആയുർവേദം. അതുകൊണ്ട് അവരിത് ആയുർവേദ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോ അവർക്കൊരു ഹെസിറ്റൻസ് ഉണ്ട്. എന്നാലും ഞാൻ ഉപയോഗിച്ച് ഇതിന്റെ റിസൾട്ട് ഒക്കെ കണ്ടപ്പോഴേക്കും നല്ലതാണല്ലോ, നീ എന്താ ഉപയോഗിക്കണം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഞാൻ കുറേശ്ശെയായിട്ട് ഇവർക്കൊക്കെ കൊടുത്തു തുടങ്ങി. അങ്ങനെ എന്റെ ഹസ്ബൻഡിന് ഞങ്ങൾക്കൊരു ഗാർഡൻ ഉണ്ട്. അവിടെ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോഴേക്കും കുറെ ഭൂവസ്ത്ര മറ്റ് നമ്മുടെ കൾച്ചറായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾക്കൊരു ഗാർഡൻ ഉണ്ട്, ഫ്രൂട്ട്സിന്റെ ഗാർഡൻ ആണ്. അപ്പൊ അവിടെ ഞാൻ ഹസ്ബൻഡിനോട് നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം, ഇത് നല്ല പ്രൊഡക്റ്റ് ആണ്. പുള്ളി പറഞ്ഞു ഓക്കെ. അപ്പം ഞങ്ങൾ ഇത് ഉപയോഗിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് തോന്നുന്നത്. കാര്യം ചെറിയ മാംഗോ ട്രീസ് ഒക്കെ ചെറുതാണെങ്കിലും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഒരു സീസൺ ആയപ്പോഴേക്കും നിറച്ചും കായ്കള്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് മറ്റുള്ള പ്രൊഡക്റ്റിനെ പറ്റി എന്റെ ഹസ്ബൻഡിനോട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു മഹാത്മ്യം ഞാൻ ഭൂവസ്ത്രയിൽ കൂടെ പുള്ളിയെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റി. അത് തന്നെ ഒരു വലിയ റിസൾട്ടാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല പ്രൊഡക്റ്റ് ആണല്ലോ, തീർച്ചയായിട്ടും ഇത് നല്ലതാണ്. അങ്ങനെ പിന്നെ അത് തന്നെയല്ല 95 ഒക്കെ ഞാൻ പുള്ളിക്ക് ഇതൊരു ഫ്രൂട്ട് ഡ്രിങ്ക് ആണ്, നല്ലതാണ്, നമ്മുടെ ആന്റി ഓക്സിഡന്റ് ആണ്, ഇതൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിക്ക് കൊടുത്തു. അപ്പൊ അതൊക്കെ വളരെ സ്വീകാര്യമായിട്ട് തന്നെയാണ് പുള്ളി എടുത്തത്. മറ്റുള്ള ഇതിനേക്കാളും ഇങ്ങനെയുള്ള കുറെ പ്രൊഡക്റ്റുകളൊക്കെ എനിക്ക് അവിടെ എക്സ്പോസ് ചെയ്യാൻ പറ്റി. അതിന് നല്ല റിസൾട്ട് കിട്ടിയപ്പോഴേക്കും അതിനെ വിശ്വസിക്കാനായിട്ട് അവർക്ക് പറ്റി. ഇതൊക്കെ കുറെ അങ്ങനെ എക്സ്പീരിയൻസുകൾ എനിക്കുണ്ട് പറയുവാനായിട്ട്. അപ്പൊ ഇന്നും ഞാൻ ഈ ബിസിനസ്സിൽ പൂർണ്ണമായിട്ട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയ വലിയ വലിയ എക്സ്പീരിയൻസുകളാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. കാരണം നമ്മുടെ ഹൗസിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റുകളൊന്നും മാറ്റി ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ ഒരു മന്ത്ലി എക്സ്പെൻസിൽ ആ ബാലൻസ് ചെയ്ത് ആവുന്ന പ്രൈസുകളൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാര്യം തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റിന്റെ ഇഫക്റ്റീവ്നെസ്, അതിന്റെ കാതലായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുമ്പോഴാണ് അതിന്റെ വാല്യൂ കൂടുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായത് കൊണ്ടാണ്. കാര്യം ഇത് ഡെയിലി യൂസ് പ്രൊഡക്റ്റ്, അത് അങ്ങനെ ആയതുകൊണ്ടും ഇതിന് റിസ്ക് ഇല്ലാത്തത് കൊണ്ടുമാണ് നമുക്ക് ധൈര്യത്തോടുകൂടി മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധിക്കുന്നതും ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും ഒക്കെ എനിക്ക് സാധിക്കുന്നത്. കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ആയതുകൊണ്ടും തീർച്ചയായിട്ടും ഈ മൈ ലൈഫ് സ്റ്റൈലിൽ എനിക്ക് കിട്ടിയ നല്ല ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഇന്നും കുറെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നു. അതിന്റെ ഒരു എനർജി ലെവൽ ഞാൻ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഞാൻ എന്റെ കുട്ടികൾക്ക്, എന്റെ ഒരു മോൾക്ക് ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ അവള് പഠിക്കുവാനായിട്ട് വിദേശത്തേക്ക് പോയപ്പോ അതെല്ലാം ഞാൻ കൊടുത്തു വിട്ടു. അവൾക്ക് നല്ലൊരു റിസൾട്ട് വന്നു. കൂടുതൽ പ്രത്യേകിച്ച് പറയാനായിട്ട് അവൾക്ക് ആക്നി ഉണ്ടായിരുന്നു ഫേസിൽ. കാരണം ഒരു ചേഞ്ച് ഓഫ് സിറ്റുവേഷൻ ആയതുകൊണ്ട്, വേറൊരു കൺട്രി ആയതുകൊണ്ടും
ഇവിടെ വന്നപ്പോൾ ഞാൻ കുട്ടിക്ക് പിന്നെ ബ്ലഡ് പ്യൂരിഫയർ, ഫേസ് വാഷ്, പിന്നെ അക്നിയുടെ ഫേസ് വാഷും പിന്നെ അത് കൊടുത്ത് ബ്ലഡ് പ്യൂരിഫയറും കൊടുത്തപ്പോഴേക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് തന്നെ പറയാം. വളരെ പെട്ടെന്ന് അവൾക്ക് ഒരു മാറ്റം വന്നു. അവളുടെ ഫേസിലെ അഗ്നിയൊക്കെ കുറെ മാറി. നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അപ്പൊ മോൾ MBBS പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം മോളും പറഞ്ഞു, മമ്മി ഇത് നല്ല പ്രൊഡക്റ്റുകളാണല്ലോ, ഞാൻ എന്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല റിസൾട്ടുകളാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സുമേഷ് സാറ് പറയുവാനാണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് ചെറുതും വലുതുമായിട്ടുണ്ട്. അപ്പൊ സമയത്തിന്റെ പരിമിതിയിൽ നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുന്നത് നിർത്തുകയാണ്. ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ പലർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച വലിയ മഹാത്മാരായ വ്യക്തിത്വങ്ങളെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. തീർച്ചയായിട്ടും ഇത് നമുക്ക് ദൈവം കന്നി എന്ന നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതിന് ഒരു വലിയ സല്യൂട്ട്. താങ്ക് യു സുമേഷ് സാറ് എന്നെ